ആഗോള വിപണിയിലെ സങ്കീർണമായ സാമ്പത്തിക നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണ്ണവില ഇടിയുകയാണ്. പലിശ നിരക്കുകൾ സംബന്ധിച്ച യുഎസ് ഫെഡ് ബാങ്കിന്റെ കർശന നിലപാടുകളാണ് പ്രവചനത്തിൽ മാറ്റം വരുത്താൻ കാരണം. ഇനിയും സ്വർണ്ണവില കുറയുമെന്നാണ് സൂചന. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണ്ണവില ഇടിയുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്നും സ്വർണ്ണവിലയിൽ വലിയ ഇടിവ് തന്നെയാണ് സംഭവിച്ചത്. യുഎസ് ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ ഉടനടി കുറയ്ക്കുന്നില്ലെന്ന കർശനമായ നിലപാടിലേക്ക് നീങ്ങിയതും അന്താരാഷ്ട്ര വിപണിയിൽ അമേരിക്കൻ ഡോളറിന്റെ മൂല്യം ക്രമാതീതമായി ഉയർന്നതുമൊക്കെയാണ് നിലവിലെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയത്. ഈ ആഴ്ചയും വില കുറഞ്ഞതോടെ തുടർച്ചയായ മൂന്നാം ആഴ്ചയാണ് സ്വർണ്ണവില വൻ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നേറുന്നത്. നിക്ഷേപകർ സുരക്ഷിത സാമ്പത്തിക സ്രോതസ് എന്ന നിലയിൽ നിന്ന് സ്വർണത്തിലുള്ള താൽപര്യം താൽക്കാലികമായി കുറയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. രാജ്യാന്തര വിപണിയിൽ സ്പോട്ട് ഗോൾഡ് വില 0.5% കുറഞ്ഞ് ഔൺസിന് $4189.26 എന്ന നിലവാരത്തിലേക്ക് താഴ്ന്നിട്ടുണ്ട്. യുഎസ് വിപണിയിലെ ഓഗസ്റ്റ് മാസത്തെ സ്വർണ്ണ ഫ്യൂച്ചേഴ്സ് നിരക്കുകൾ 0.9% ഇടിവോടെ $4207.80 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവിലയിലുണ്ടായ ഈ ഇടിവ് മറ്റ് വിലപിടിപ്പുള്ള അമൂല്യ ലോഹങ്ങളെയും സമാനമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നത് വിപണിയിലെ പൊതുവായ മാന്ദ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ സ്പോട്ട് വെള്ളിവില 0.8% താഴ്ന്ന് ഔൺസിന് $65.32 എന്ന നിരക്കിലും എത്തിയിട്ടുണ്ട്. പലിശ നിരക്കുകൾ സംബന്ധിച്ച യുഎസ് ഫെഡ് ബാങ്കിന്റെ കർശന നിലപാടുകളാണ് പ്രവചനത്തിൽ മാറ്റം വരാൻ കാരണം. യുഎസ് ഫെഡറൽ റിസർവ് ഈ വർഷം പലിശ നിരക്കുകളിൽ യാതൊരു വിധത്തിലുള്ള കുറവും വരുത്താൻ സാധ്യതയില്ലെന്ന നിരീക്ഷണമാണ് ഈ വില പ്രവചനം പുനഃക്രമീകരിച്ചതിന് പിന്നിൽ. പലിശ നിരക്കുകൾ കുറയാതിരിക്കുന്നത് സ്വർണത്തിലേക്കുള്ള പുതിയ നിക്ഷേപങ്ങളെ തടയുകയും ഡോളറിലേക്ക് കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്വർണത്തിന്റെ മൂല്യത്തിൽ വലിയ കുതിച്ചുചാട്ടം ഈ വർഷം ഉണ്ടാകാനിടയില്ല എന്ന് തന്നെയാണ് ബാങ്കുകൾ വ്യക്തമാക്കുന്നത്. പണപ്പെരുപ്പത്തിന്റെ തോത് വർദ്ധിക്കുന്നത് സാധാരണക്കാരുടെ ജീവിത ചെലവ് കൂട്ടുന്നതിനാലാണ് വായ്പാ നിരക്കുകൾ ഉയർത്തി വിപണിയിലെ പണലഭ്യത കുറയ്ക്കാൻ ഫെഡ് അധികൃതർ ആലോചിക്കുന്നത്. ഈ കടുത്ത നിലപാടുകൾ വരും ദിവസങ്ങളിൽ സ്വർണ്ണവില ഇനിയും കുറയുന്നതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്നാകുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.